15 വയസ്സ് പൂർത്തിയായ ഏതൊരു മുസ്ലിം പെൺകുട്ടിക്കും ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാം. ഈ വാർത്ത അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ചേർത്ത് വലിയ വിവാദമാക്കി അവതരിപ്പിക്കുകയാണ് നമ്മുടെ മീഡിയ. എന്താണ് യാഥാർത്ഥ്യം? NCPCR വേഴ്സസ് ഗുലാമുദ്ദീൻ ആൻഡ് അനദർ എന്ന് പറയുന്ന കേസിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി നടത്തിയ നിരീക്ഷണത്തിനെതിരെ സമർപ്പിച്ച സ്പെഷ്യൽ ലീവ് പെറ്റീഷനിലാണ് സുപ്രീം കോടതി ഇത് വ്യക്തമാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു പെൺകുട്ടിയെയും ആർക്കും കെട്ടിച്ചു കൊടുക്കാം എന്നൊന്നുമല്ല ഇതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഇവിടെ പ്രായപൂർത്തിയെത്തിയ ഒരു യുവാവും അതേപോലെ തന്നെ 15 വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടിയും തമ്മിൽ നടന്ന പ്രണയബന്ധത്തിന്റെ ഒടുവിൽ ആ പെൺകുട്ടിയെ വീട്ടുകാർ വീട്ടുതടങ്കലിലാക്കിയ സമയത്ത് യുവാവ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ആരംഭിക്കുന്നത്. അങ്ങനെയൊരു കേസിലാണ് കോടതി പ്രണയബന്ധത്തെ പോക്സോയുടെ പരിധിയിൽ പെടുത്താൻ പറ്റില്ല എന്നും ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിക്കണമെന്നും ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ അവരനുഭവിക്കുന്ന ട്രോമയെ കൂടി പരിഗണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടത്തിയൊരു വിധിയെയാണ് ജനറലൈസ് ചെയ്തുകൊണ്ട് ഏതൊരു പെൺകുട്ടിക്കും 15 വയസ്സ് പൂർത്തിയായാൽ കല്യാണത്തിൽ ഏർപ്പെടാമെന്ന തരത്തിൽ മീഡിയ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് തെറ്റാണ്. കാരണം നമ്മൾ തന്നെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ടിന്റെ സെക്ഷൻ 11 അനുസരിച്ച് 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ആരെങ്കിലും ഒരാൾ കല്യാണം കഴിച്ചു കൊടുക്കുകയോ അതിനെ സഹായിക്കുകയോ സാഹചര്യങ്ങൾ ഒരുക്കി വെക്കുകയോ അതുമല്ലെങ്കിൽ തടയാൻ സാധിക്കുമായിരുന്നിട്ടും തടയാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 വർഷം വരെ കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ 16 വയസ്സ് പൂർത്തിയായ ഒരു മുസ്ലിം പെൺകുട്ടി തന്റെ കാമുകനെ വിവാഹം കഴിച്ചപ്പോൾ അതിനൊപ്പം കോടതി നിന്നു എന്നുള്ളതാണ്. പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതും 16 വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടി അല്ലാതെ വിവാഹം കഴിക്കുന്നതും കോടതി രണ്ടായിട്ടാണ് കാണുന്നത് എന്നും അത് പോക്സോയുടെ പോലും പരിധിക്കകത്ത് വരുന്നതാണ് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക.